ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ, നല്ല സൗന്ദര്യമുള്ള കഴിവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, ഉദ്യോഗങ്ങൾ നേടാതെ മാന്യമായ ഒരു ജീവിതം ചെയ്യാതെ നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയ വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിച്ച് ജീവിതത്തിന്റെ സുഖങ്ങൾ കണ്ടെത്തുന്നത് അവരുടെ കൈയും കാലും കഴുത്തും വെട്ടുമാറ്റി ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമ്പത്ത് കൊണ്ടാണ് എന്നുള്ളതാണ് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം. അതിനെ അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരു സാധാരണ സംഭവമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. നിന്റെ മദ്യപാനത്തിന് നേരെ, കൊട്ടേഷൻ പ്രവർത്തനത്തിന് നേരെ, കാവാലികത്വത്തിന് നേരെ, ഇവിടുത്തെ നിയമ സംഹിതകളോ നിന്റെ രാഷ്ട്രീയ പിടിപാടുകൾക്കുള്ളത് കൊണ്ടോ പണത്തിന്റെ കൊഴുപ്പും ആൾബലം കൊണ്ടോ നീ ചെയ്തു കൂട്ടുന്നതായ പാപത്തിനെ പിടിച്ചു കെട്ടാനും നിന്നിനെ നിയന്ത്രിക്കാനും കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ നീ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം ഒരിക്കൽ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടാകും. നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയങ്ങളിലേക്ക് എത്തി ജീവിതം കൂടുതൽ കൈപ്പായി പോകാതിരിക്കാൻ സുവിശേഷം നിന്നെ ആഹ്വാനം ചെയ്യുന്നു. ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപത്തെ കൂട്ടുപിടിക്കരുത്, ഈ പാപത്തിൽ നീ രസിക്കരുത്. ഹേ ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം നീ മദ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത്, ലഹരി പദാർത്ഥങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി മറ്റുള്ള ഉപദ്രവിക്കാൻ നീ ആയുധങ്ങൾ കയ്യിലെടുക്കരുത്.